കോഴിക്കോട് കോർപ്പറേഷനിൽ അഴിമതി ആരോപിച്ച് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസ് വളഞ്ഞു. പുലർച്ചെ 5 മണിക്ക് കോർപ്പറേഷൻ ഓഫീസ് വളഞ്ഞ് സമരം ആരംഭിച്ചു. വിവരങ്ങളുമായി അഭിന ബി ചിറക്കൽ ചേരുന്നു. അഭിന, ഈ ഒരു കോർപ്പറേഷനിൽ അഴിമതി ആരോപിച്ചാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസ് വളഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് പുലർച്ചെ 5 മണിക്ക് ആരംഭിച്ച സമരം ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് ജീവനക്കാരാരെയും തന്നെ കോർപ്പറേഷനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗ് പ്രധാനമായും പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ ഒരു സമരം MK മുനീർ ഉദ്ഘാടനം ചെയ്യും. അദ്ദേഹത്തിനായി വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ മറ്റ് പ്രവർത്തകരെല്ലാവരും ഉള്ളത്. മുസ്ലിം ലീഗിന്റെ എല്ലാ നേതാക്കളും ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ അടക്കമുള്ള ആളുകൾ ഈ ഒരു സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ച് തന്നെ ഈ ഒരു കോർപ്പറേഷന്റെ അഴിമതിക്കെതിരെ പോരാടും എന്നുള്ളതാണ് പ്രധാനമായും DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. നമുക്കറിയാം, നേരത്തെയും ഈ കോർപ്പറേഷനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അതായത് ഈ ചില കെട്ടിടങ്ങൾക്ക് അനുമതി നൽകിയിട്ടില്ലെങ്കിൽ പോലും അവിടെ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് നേരത്തെയും വലിയ രീതിയിലൊരു ആരോപണം മുസ്ലിം ലീഗിന്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഈ മുസ്ലിം ലീഗും കോൺഗ്രസും ഒരുമിച്ച് നിന്നാണ് ഇപ്പോൾ ഈ ഒരു സമരം പ്രധാനമായും കോഴിക്കോട് കോർപ്പറേഷന് മുൻപിൽ നിന്നും ഇപ്പോൾ നടത്തുന്നത്. ഇപ്പോൾ ജീവനക്കാരെല്ലാം തന്നെ കോർപ്പറേഷൻ മുൻപിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആരെയും അകത്തേക്ക് കടത്തിവിടുന്നില്ല, ആരെയും അകത്തേക്ക് കടത്തിവിടില്ല എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ഈ ഒരു അഴിമതിക്കെതിരെ പോരാടണം, അഴിമതി ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് പ്രധാനമായും മുസ്ലിം ലീഗ് നേതാക്കളെല്ലാം തന്നെ പറയുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ നമുക്കറിയാം, വോട്ടർ പട്ടിക ക്രമക്കേട് അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോഴും മുസ്ലിം ലീഗ് ഈ ഒരു സമരം ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറെ കാലങ്ങളോളമായി കോർപ്പറേഷൻ ഭരിക്കുന്നത് CPM ആണ്. CPM അനുകൂല കോർപ്പറേഷനാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഈ CPMന്റെ ഇത്തരത്തിലുള്ള അഴിമതി മനസ്സിലാക്കി ഇതിനെതിരെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് മുസ്ലിം നേതാക്കളടക്കം പറയുന്ന ഒരു കാര്യം. നേരത്തെ ഈ ഒരു കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി വാർഡ് വിഭജനം അടക്കം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇതിന്റെ മുന്നോടിയായി നടന്ന ഒരു സംഭവമാണ് എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആരോപണം. അതോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ പ്രവർത്തിക്ക് ആവശ്യമായി നിരവധി കോടിക്കണക്കിന് രൂപ അടക്കം ഇത്തരത്തിൽ മുസ്ലിം ലീഗ് CPM ഇതിനോടകം അഴിമതി അടക്കം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും മുസ്ലിം ലീഗ് അടക്കം ഉന്നയിക്കുന്ന ഒരു കാര്യം. ഏതായാലും സമരം തുടരാൻ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന് എല്ലാവിധ സപ്പോർട്ടും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളതാണ് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ അടക്കം അല്പസമയം മുൻപ് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും കോർപ്പറേഷനകത്തേക്ക് ജീവനക്കാർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത രീതിയിൽ കോർപ്പറേഷന്റെ നാനാവിധ ഭാഗങ്ങളെല്ലാം തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകർ വളഞ്ഞിട്ടുണ്ട്. 5 മണിക്ക് പുലർച്ചെ 5 മണിക്ക് കൃത്യം 5 മണിയോടുകൂടി തന്നെ ഇവിടെ പ്രവർത്തകരെല്ലാം എത്തുകയും ഇവിടെ സമരപന്തലെല്ലാം തന്നെ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ സമരപന്തലിൽ എപ്പോഴും നിരവധി പ്രവർത്തകർ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ കോർപ്പറേഷന്റെ വിവിധ ഗേറ്റുകളിലെല്ലാം തന്നെ ഈ പ്രവർത്തകർ കഴിച്ചുകൂടിയിരിക്കുന്ന അതോടൊപ്പം തന്നെ വളഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാവുന്നത്. ഏതായാലും ജീവനക്കാർ ആരെയും തന്നെ അകത്തേക്ക് കടത്തിവിടില്ല. കൃത്യമായി ഇതിനൊരു മറുപടി മേയറുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. ഈ അഴിമതിക്കെതിരെ തങ്ങൾ പോരാടും എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും മുസ്ലിം ലീഗ് പറയുന്ന ഒരു കാര്യം. ശരി അഭിന, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനുണ്ട്.